രണ്ട് ഇൻഫർമേഷൻസ് പറയാനായിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ കളർ സ്ട്രെൻസിന്റെ മെയിൻ പേജ്, കളർ സ്ട്രെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുമ്പോൾ, DM ചെയ്യുമ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് കുറച്ച് ദിവസമായിട്ടുള്ളത്. അത് മാറിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതുവരെ നിങ്ങൾക്ക് DM ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റയുടെ പേജ് നോക്കുവാണെങ്കിൽ തന്നെ ബാക്കി പേജസ് ഉണ്ടല്ലോ, കളർ സ്ട്രെൻസിന്റെ ഓഫർ പേജോ അല്ലെങ്കിൽ പ്രീമിയം പേജോ സാരീസോ, അതിൽ ഏതെങ്കിലും ഒരു പേജിലേക്ക് നിങ്ങൾ അതിലേക്ക് ഏതെങ്കിലും DM ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മെയിൻ പേജിൽ DM ചെയ്യുമ്പോൾ റിപ്ലൈ ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതെന്ന് കരുതരുത്. പകരം നിങ്ങൾ നമ്മളുടെ മറ്റേതെങ്കിലും പേജിലേക്ക് DM ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈ തരും. ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറും പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. വർക്കിംഗ് ടൈമിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ആ 10 to 6 എന്നുള്ള ടൈം, അല്ലെ 10:30 to 6 എന്നുള്ള ടൈമിൽ വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ. ആ സമയത്ത് വരുന്ന കോൾസും ലഞ്ച് ബ്രേക്ക് ഒഴികെ ആ സമയത്ത് വരുന്ന കോൾസിനും മെസ്സേജസിനും പ്രോപ്പർ റിപ്ലൈസ് പോകുന്നുണ്ട്. അതിന് ശേഷമോ അല്ലെങ്കിൽ അത് രാവിലെ എണീറ്റിട്ട് മെസ്സേജ് ഇടുമ്പോഴോ 6 o'clock കഴിഞ്ഞിട്ടുള്ള മെസ്സേജുകൾക്കോ കോളുകൾക്കോ ആണ് റിപ്ലൈ ഇല്ലാത്തത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വർക്കിംഗ് ടൈമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ പ്രോപ്പർ റിപ്ലൈ തരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് ഉള്ളത് പ്രീ ബുക്കിംഗ് എടുത്ത പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇലക്ഷനും മറ്റുമൊക്കെ വന്ന വർക്കേഴ്സൊക്കെ കുറച്ച് ദിവസം ലീവിലായിരുന്നത് കൊണ്ട് നമ്മുടെ വർക്ക് ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. ആ ഷോർട്ട് കുർത്തീസിലാണ് കേട്ടോ വന്നേക്കുന്നത്. കുർത്തീസിലും ഷോർട്ട് ടോപ്സിലും അതിൽ മാത്രമേ ഉള്ളൂ ഡിലേ വന്നിട്ടുള്ളൂ. കുർത്തീസിൽ 2 പാറ്റേൺ നമ്മൾ ഈ ഒരു സാറ്റർഡേ ഡെസ്പാച്ച് ചെയ്യും. ബാക്കി വരുന്നത് നെക്സ്റ്റ് ട്യൂസ്ഡേ വെനസ്ഡേയോടുകൂടി ഡെസ്പാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ചിലപ്പോൾ കമന്റ്സ് ഒക്കെ കാണാൻ നിങ്ങൾ ഫേക്കാന്നൊക്കെ പറഞ്ഞത് നോർമലി നിങ്ങൾ എല്ലായിടത്തും പോയി അങ്ങനത്തെ കമന്റുകൾ കണ്ടിട്ടുള്ളത് കൊണ്ടോ കേട്ടിട്ടുള്ളത് കൊണ്ടോ ചെയ്യുന്നതാണ്. നമ്മളുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. നിങ്ങൾക്കറിയാം, പ്രോപ്പറായിട്ട് കമന്റിനാണെങ്കിലും കോൾസിനാണെങ്കിലും ഒക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞ് വരുന്ന കമന്റ് കാണുമ്പം അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ നമ്മളുടെ ഓഫേഴ്സിന് മാത്രമാണ്. അതായത് നമ്മളൊരു 399 ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ഒരു ഫോൺ നമ്പറും കൊടുക്കും. ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ അതിലൊരു 2000-3000 മെസ്സേജസ് വരും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഫോണിൽ ഒരു 50 മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം കൊണ്ടാണ് അതിനെ റെസ്പോണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുകയാണ്. ഇത് അങ്ങനെയുമല്ല, നമ്മൾ ചോദിക്കുന്നു ആ പ്രൊഡക്റ്റ് ഉണ്ടോ, സൈസ്, പ്രൈസ്, പിന്നെ അവരുടെ പേയ്മെന്റ്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിലിംഗും എടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചധികം സമയം പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് മെസ്സേജ് ആയി കഴിയുമ്പോൾ നമ്മൾ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകൾക്ക് വീഡിയോയ്ക്ക് മാത്രമാണ് കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഓഫറിൻ്റെത് മാത്രമാണ്. ബാക്കി നമ്മളുടെ റെഗുലർ പ്രൊഡക്റ്റുകളും ബാക്കി എല്ലായിടത്തും നമ്മൾ DMകൾക്ക്, കമൻറ്റുകൾക്ക്, വാട്സപ്പിന് മെസ്സേജുകൾക്ക്, കോൾസിലെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് തന്നെയായിട്ട് പോകുന്നത്. നമുക്ക് കളേഴ്സിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓഫറിൽ പക്ഷേ നമ്മൾക്കത് ഒരിക്കലും നടക്കില്ല, ഇനിയും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഈ ഇൻഫർമേഷൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാസ് ചെയ്തേക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച്.